ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും അതേപോലെ തന്നെ ഡിന്നർ ആണെങ്കിൽ തന്നെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ വീഡിയോ കണ്ടാലോ. നമുക്കപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കടക്കാം അല്ലേ. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിലാണ് കേട്ടോ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. എങ്ങനെയാണെങ്കിലും നമുക്ക് ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിക്കൻ നല്ലപോലെ നമുക്ക് വെന്തതിന് ശേഷം ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യം കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മതി, അത്രയും ആവശ്യമുള്ളൂ. അധികം എരിവ് നമുക്ക് ആവശ്യമില്ല സാൻഡ്വിച്ച് ആകുമ്പോൾ. പിന്നീട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം വെള്ളമാണ്. അപ്പോൾ വെള്ളം 1/4 കപ്പിനേക്കാളും കുറഞ്ഞ അളവിലായിട്ട് എടുത്താൽ മതി കേട്ടോ. വെള്ളം നമ്മൾ അധികം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നൊരു വെള്ളം ഊറി വരും. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും ആ വെള്ളവും ഒക്കെ കൂടി ആകുമ്പോൾ പിന്നീട് നമുക്ക് വെള്ളം അധികമായി മാറും ചിക്കൻ വെന്തതിന് ശേഷം. അപ്പോൾ നമ്മൾ അധികമുള്ള വെള്ളം ഊറ്റിക്കളയാൻ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ വറ്റിച്ചെടുക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1/4 കപ്പിൻ്റെ പകുതി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രഷർ കുക്കറിൽ എത്ര വിസിൽ വന്നാലാണ് ഇത് നല്ലപോലെ വെന്ത് കിട്ടാന്ന് വെച്ചാൽ അത്രയും വിസിൽ വരുത്തിയിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇപ്പോൾ ഇവിടെ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ പാകത്തിന് തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വെള്ളം ഒന്നും ഊറ്റി കളയുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ആണെങ്കിൽ നമുക്ക് ഊറ്റിക്കളയേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഈ പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ 1 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാബേജും ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണത് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് വിസിൽ വരുത്താതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പച്ചക്കറിക്ക് നമുക്ക് വിസിൽ വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഈ അധികമുള്ള വെള്ളത്തിൽ കിടന്നിട്ട് ഇത് ഒന്ന് വാടി കിട്ടിക്കോളും. പിന്നെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പച്ചക്കറികൾ വേവിക്കാണ്ട് ചേർക്കുന്നവരുണ്ട്, ചിക്കൻ മാത്രം വേവിച്ചിട്ട്. അങ്ങനെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പച്ചക്കറികൾ വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിത് 1-2 ദിവസം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പച്ചക്കറികളൊന്ന് വാട്ടിയെടുത്തിട്ട് വെക്കുന്നതാണ് നല്ലത്. പച്ചക്കറിയും ഇവിടെ വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളുടെ ചിക്കനും ഒക്കെ കൂടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുകയാണ്. നമുക്കിത് നല്ലപോലെ ഒന്ന് അടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് നല്ലപോലെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ചിക്കൻ മാത്രം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഉടഞ്ഞു കിട്ടും. ഇനി നിങ്ങൾ ഈ പച്ചക്കറികളും ചിക്കനും ഒക്കെ ഒരുമിച്ചിട്ട് വേവിക്കുന്ന സമയത്ത് വെള്ളം അധികം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വരുമ്പോൾ തന്നെ ഇത് വറ്റി കിട്ടും. നമ്മൾ ഇവയെല്ലാം ഇട്ടിട്ട് ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ വെള്ളം നമുക്ക് അധികമായി വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നമ്മൾ ആ പ്രഷർ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണ് ഇത് ഊറ്റിക്കളയുന്നേക്കാളും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഇത് നല്ലപോലെ ചെറുതാക്കി നമ്മൾ ഫോർക്ക് കൊണ്ട് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മയോനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂണൊക്കെ മതിയായിരിക്കും ഈ 400 ഗ്രാം ചിക്കനിലേക്ക്. കാരണം നമ്മൾ ഇനി ഇത് ഓരോ ബ്രെഡിലും നമ്മൾ സാൻഡ്വിച്ച് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ മയോനൈസ് ഓരോ ബ്രെഡ് പീസിലും നമ്മൾ തേച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ചിക്കന് ഇതേപോലെ ചിക്കനിൽ നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും 3 ടേബിൾ സ്പൂണൊക്കെ മതി, ഓവറായിട്ട് വേണ്ട. ഇനി നമ്മളിത് നൈറ്റിലൊക്കെയാണ് നമ്മളിത് തയ്യാറാക്കി വെക്കുന്നത്. നമുക്ക് രാവിലെ നമുക്ക് സാൻഡ്വിച്ചിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. ഇത് 1-2 ദിവസത്തിനൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. അതിനേക്കാളും കൂടുതൽ എന്ത് സാധനം കീപ്പ് ചെയ്ത് വെക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മൾ രാവിലേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രിക്കും നമുക്ക് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ബ്രെഡ് അരികെ കളയാണ്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ പീസിലും നമ്മൾ മയോനൈസ് തേച്ച് കൊടുക്കുക.
പിന്നെ അരിക് കളയാണ്ട് ബ്രെഡ് എടുക്കുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലർക്ക് മിക്കവർക്കും ഇഷ്ടമുണ്ടായിരിക്കില്ല ഈ ബ്രെഡ് അരികോട് കൂടി കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അരിക് കളയാണ്ട് തന്നെ നമുക്ക് ബ്രെഡ് കഴിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പാൻ ഗ്രില്ലിൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ബട്ടർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ അരികോട് കൂടി തന്നെ ബ്രെഡ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ മയോനൈസ് എല്ലാ ബ്രെഡിലും ഒരു സൈഡ് മാത്രം തേച്ച് കൊടുത്തു. ഇനി നമുക്ക് ഫില്ലിങ് വെക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കന് ഒരു 2 ടേബിൾ സ്പൂൺ വെക്കുമ്പോൾ തന്നെ നമ്മളുടെ ബ്രെഡൊക്കെ നിറയും. 2-2.5 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ഫില്ലിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫില്ലിങ് വെക്കാം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുക. ഇനി നമ്മൾ ഈ ബ്രെഡ് കവർ ചെയ്യുന്നത് മയോനൈസ് തേച്ച ഭാഗം കൊണ്ടാണ് നമ്മൾ കവർ ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെ വീണ്ടും ഇതേപോലെ ചിക്കൻ വെച്ചിട്ട് നമ്മൾ ചിക്കൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ചെടുക്കുക. ഇനി നമ്മൾ അടുത്ത ബ്രെഡ് പീസ് വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ മയോനൈസ് തേച്ച ഭാഗം നമ്മൾ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിക്ക് കളയാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു പാൻ ഗ്രില്ലെടുക്കുക. ഇനിയിപ്പോൾ പാൻ ഗ്രില്ലില്ലാത്തവരാണെങ്കിൽ സാധാരണ ഗ്രില്ലെടുത്താൽ മതിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഗ്രില്ലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇലക്ട്രിക് ഗ്രില്ലാകുമ്പോൾ ഈ ബ്രെഡ് വല്ലാണ്ടൊന്ന് അമർന്നു പോകും. അതുകൊണ്ട് ഞാനിവിടെ പാൻ ഗ്രില്ലെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക, വളരെ കുറഞ്ഞ അളവിൽ മതിയിട്ടാ ബട്ടർ, അധികം ബട്ടറൊന്നും ആവശ്യമില്ല നമുക്ക്. എന്നിട്ട് നമ്മളുടെ ഈ ബ്രെഡ് ഇതേപോലെ 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ മൊരിയിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് അരികെ കളഞ്ഞിട്ടില്ലെങ്കിലും കഴിക്കാനായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കേ. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ബ്രെഡൊന്ന് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് 2 സൈഡിലും ഒരു ടൂത്ത് പിക്ക് കുത്തി വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് ഇതേപോലെ കോണോട് കോണാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഭംഗിക്ക് സാൻഡ്വിച്ച് നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഇതുപോലെ കോണോട് കോണാക്കിയിട്ട് മുറിച്ചിട്ടല്ല, അല്ലെങ്കിൽ മുറിക്കാണ്ടാണെങ്കിലും മുറിക്കാണ്ട് കഴിക്കുക. അപ്പോൾ നമ്മളുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും